മേഘ, എനിക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അതായത് പഠിച്ചിരുന്ന കാലത്ത് SFIയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ DYFIയിൽ പ്രവർത്തിച്ചിട്ട് കുറച്ച് കാലം കൂടി പിടിച്ചിരുന്നെങ്കിൽ എനിക്കും ഏതെങ്കിലും ഒരു സർക്കാർ ജോലി നേടി ഏതെങ്കിലും ഒരു ടേബിൾ അടങ്ങിക്കൂടി 10,000 അല്ലെങ്കിൽ 80,000 രൂപയോ 70,000 രൂപ ശമ്പളം വാങ്ങിക്കാമായിരുന്നു. കാരണം കാരണം എനിക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പക്ഷെ അതിനൊരു മറുവശമുണ്ട്. വേണമെങ്കിൽ രക്തസാക്ഷിയോ ആവായിരുന്നു. അതാകുമ്പോ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇതുപോലെ ആദരവോ കാര്യങ്ങളോ കിട്ടുകയും ചെയ്യും. എന്തായാലും ബെനിഫിറ്റ് ഉണ്ടല്ലോ. പോസിറ്റീവ് സൈഡിൽ മാത്രം നമുക്ക് പോവാം. PSCയിൽ ജോലി കിട്ടുന്നു. ഇപ്പോ SFIയില് അല്ലെങ്കിൽ DYFIയിൽ അംഗമാവുന്നു. അതുപോലെ വർഷങ്ങൾ ഈ പോലീസിന്റെ അടിയായാലും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരുടെ ഉപദ്രവമായാലും അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരുടെ മെക്കിട്ട് കയറി പോലീസ് കേസ് ആയാലും പാർട്ടി തന്നെ ഊരെടുക്കുമല്ലോ. അവസാനം ഏതെങ്കിലും ഒരു സർക്കാർ ജോലി എനിക്ക് ജസ്റ്റ് ഒരു PSC എഴുതിയാൽ മതി, അവർ ജയിപ്പിച്ചു വിട്ടോളൂ. കാരണം നമ്മുടെ ആൾക്കാരല്ലേ അവിടെ ഉള്ളത്, PSCയിൽ ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് കുഫോസിൽ നിന്നുള്ള 44 പേരിൽ 38 പേരാണ് ഒരേ കോളേജിൽ നിന്നുള്ള SFI പ്രവർത്തകർ. അത് ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നുണ്ടോ? 44 പേർ സെലക്റ്റഡ് ആയതിൽ 38 പേരും ഒരേ കോളേജിലെ SFI പ്രവർത്തകർ എന്ന് പറയുമ്പോൾ, അരിയാഹാരം കഴിക്കാത്ത മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അത് കോയിൻസിഡൻസ് ആണെന്ന് തോന്നിയേനെ. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന നമ്മുടെ മന്ത്രിയായ OJ ജനീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ PSC നിയമനങ്ങളിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന OJയെ കണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുകയാണ്. ഇത്തരത്തിൽ PSC നിയമനങ്ങളിൽ വ്യാപകമായ അട്ടിമറി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച. ഒരു കോളേജിലെ 38 പേർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ചോദ്യപേപ്പർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുമ്പോൾ അയ്യോ ചോർന്നേ നമ്മുടെ കുട്ടികളുടെ ഭാവി പോയെന്ന് പറയുന്നുണ്ടെങ്കിൽ, PSCയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുഫോസുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളുടെ കാര്യത്തിലാണെങ്കിലും ഇതേ ആകുലത എല്ലാവർക്കും ഉണ്ടാകണം. ഇതിലെ മറ്റൊരു വിരോധാഭാസം അറിയോ? ഇതിലെ വിരോധാഭാസം മറ്റൊന്നുണ്ട്. ഇപ്പോ ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് CJP, കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ആ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയായിട്ട് ചെന്നിരിക്കുകയാണ് SFI. വിരോധാഭാസം ഒന്ന് നോക്കണേ. അതായത് ഈ പറയുന്ന SFI തന്നെയല്ലേ ഈ PSCയുടെ ചോദ്യപേപ്പർ ചോർത്തി മാർക്ക് തിരുത്തിയും അവിടെ ഈ ഓരോ PSCയിലെ ഓരോ ജോലികളിൽ കയറുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു 5-6 കേസുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2018 ശിവരഞ്ജിത്തിന് ജോലി കിട്ടിയ 1ാം റാങ്ക് കിട്ടിയത് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. അതിനു മുൻപും കേട്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ നിയമനം നടത്തുന്ന അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം നടത്തുന്ന കേസുകൾ എന്ന് പറയുന്നത്. എത്രത്തോളം കേസുകൾ മൂടി വയ്ക്കപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, OJ ജനീഷ് ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. OJ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരിക്കും. PSCയുമായി ബന്ധപ്പെട്ട് എത്ര പേർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, എത്ര പേർ കുറേ വർഷം കഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളെ കൊണ്ട് ഇതാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആരോ എഴുതിയത് വായിക്കുകയായിരുന്നു. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അറിയുന്നവർ PSC ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ യോഗ്യതയില്ലാത്തത് കൊണ്ടോ അല്ല നിങ്ങൾക്ക് ജോലി കിട്ടാത്തത്, മറിച്ച് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആസൂത്രണ ബോർഡിൽ നിയമനം, ഇപ്പോൾ ഇതുപോലുള്ള ബോർഡുകളിലെ നിയമനം ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി നേടുന്ന ജോലികളിൽ പോലും ഇത്തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട്. അതിൽ എത്ര വേക്കൻസി ഉണ്ടാകും? ആ പരിമിതമായ വേക്കൻസിക്കുള്ളിൽ കയറിപ്പോയവരിൽ പോലും ക്രമക്കേടുണ്ടായിട്ടുണ്ട്. പണ്ട് നമുക്ക് യുവജനകാര്യക്ഷേമ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടവരെ നമ്മൾ കുത്തിത്തിരികി കയറ്റുന്നു. അവർ കുറച്ചു കാലം, ഒരു 5 വർഷം അല്ലെങ്കിൽ PSCയുടെ കാര്യത്തിലാണെങ്കിൽ പെൻഷൻ ആകുന്നത് വരെയുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണക്കാരന് വോയിസ് ഇല്ലേ? സാധാരണക്കാരന് ജോലി വേണ്ടേ? ഇപ്പൊ ഇത്രയും അൺഎംപ്ലോയ്മെന്റ് നേരിടുന്ന ഒരു സംസ്ഥാനത്ത്, ഇന്ത്യയുടെ ഒരു വൈഡർ പിക്ചറിൽ കാര്യങ്ങൾ ബെറ്റർ ആണെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പരിതാപകരമാണ്. നമ്മുടെ പരിചയത്തിൽ തന്നെ ഇല്ലേ ജോലി ഇല്ലാത്ത വ്യക്തികൾ? അതെ, ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പ്രായം വരെ ജോലി കിട്ടാതെ ഗൾഫിൽ പോയി
അടിമപ്പണി ചെയ്യുന്നവർ തന്നെയുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ കഴിവിൻ്റെ പരമാവധി PSC അതുപോലുള്ള കോർപ്പറേറ്റ് ജോലികളെല്ലാം ശ്രമിച്ച് കിട്ടാതെ ഗൾഫ് ജോലി, അതായത് കിട്ടുന്ന ജോലി തേടി നമ്മുടെ കടൽ കടന്നു പോകുന്ന സാധാരണ യുവാക്കളുണ്ട്. ഈ യുവാക്കളെല്ലാം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നാടിന് വേണ്ടിയുള്ളവരാണ്. ഈ നാടിന് വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ യുവാക്കളെ മാറ്റി നിർത്തിയാണ് ഒരു പറ്റം സഹാക്കളെ, അതായത് കൊടി പിടിച്ചു അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ പോയി കൊല വിളിച്ച് നടന്ന ആൾക്കാരെ ഇപ്പോൾ ഓരോ സർവീസുകളിലായി തിരികെ കയറ്റുന്നത്. അതെ, ഇപ്പോൾ ഇതിനെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാകണം. ഇപ്പോൾ സർക്കാർ മാറി എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു വ്യത്യാസം അങ്ങ് ചാടിക്കുടഞ്ഞുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി PSCയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ശീലിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ തെളിയുകയാണ്. എത്ര കേസുകൾ പുറത്തു വരുന്നു. 10 ചോദ്യങ്ങളോളം മൂല്യനിർണ്ണയം നടത്താതിരിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരിക്കുക, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു വിവരണം പോലും ശരിയാകാതിരിക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് ജോലി നേടുക, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തി കാൻഡിഡേറ്റ് മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. പാർട്ടി അറിഞ്ഞുകൊണ്ട് അതുപോലെ ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ട് നടത്തിയ സംഭവങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഇപ്പോഴത്തെ യുവജന സംഘടനകൾ SFI, DYFI, AIYF, AISF എന്നീ സംഘടനകളൊക്കെ മിണ്ടാണ്ടിരിക്കണമുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം പലരും അകത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് കൂട്ടുനിന്നവനും ഇതിൻ്റെ പങ്ക് പറ്റിയവനും ഒക്കെ അകത്ത് പോവും. അപ്പോൾ OJ ജനീഷ് അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പഴയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ, ഒരു മികച്ച കായിക മന്ത്രിയെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ നിയമസഭയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് OJ ജനീഷിനാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, കായിക മന്ത്രി എന്തിനായിരിക്കും ആൾക്കാരിങ്ങനെ കാണാൻ പോകുന്നത് എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആരോടും ചോദിച്ചൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് പരാതിയായി പറയുന്നത് PSC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന്. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരു ദിവസം ഒരു 50 പരാതികൾ PSCയുമായി ബന്ധപ്പെട്ട് കയ്യിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു രോഷമുണ്ട്. അപ്പോൾ ആഷിഖിനോട് ഒരു 50 പേർ എന്നും വന്ന് ഒരു പരാതി പറയുന്നു. അപ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് എന്തൊരു വിഷയമാണ്, ഇതിൽ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഒരു യുവാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നിട്ടും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റി വ്യക്തമായി അറിയാം. അപ്പോൾ അതിന് പിന്നാലെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് അവരെല്ലാം നിയമത്തിന് മുന്നിൽ വീഴും. ഈ ആസൂത്രണ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന ഈ PSCയിലുള്ള അട്ടിമറി ഉണ്ടല്ലോ, അത് ജസ്റ്റ് നമ്മുടെ ഈ മഞ്ഞുമലയുടെ ഒരു ഒരറ്റം മാത്രമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഫിഷറീസ് വകുപ്പാകട്ടെ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, PRO, അതുപോലെ സർവകലാശാല, DYSP സ്പെഷ്യൽ ബ്രാഞ്ച്, ഇതുപോലുള്ള എല്ലാ കീ പോസ്റ്റുകളിലേക്കും ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള പഴുതുകളെല്ലാം കണ്ടെത്തി തിരികെ കയറ്റിയിട്ടാണ് ഒരു LDF അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഈ കൊടി പിടിച്ചവർക്കും മുദ്രാവാക്യം വിളിച്ചവർക്കെല്ലാം ജോലി ഉറപ്പാണ്, അതായത് ഉറപ്പാണ് LDF എന്നുള്ള രീതിയിൽ ആ ഒരു സ്ലോഗൻ അവർ അന്വർത്ഥമാക്കി കഴിഞ്ഞു. എന്നിട്ടാണ് അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത്ര കാലം ഈ ജോലിയിലിരിക്കുന്നവർക്ക് ഈ ഒരു പാർട്ടിയോടായിരിക്കും ഏറ്റവും കൂടുതൽ കൂറ്. ഇവരുടെ മുന്നിൽ വരുന്ന സാധാരണക്കാരൻ്റെ ഫയൽ ഇവരെ സ്വീകരിക്കുമോ, അന്വേഷിക്കുമോ? ഇതിനെക്കുറിച്ച് ഈ ഒരു ഫയൽ തങ്ങളുടെ ടേബിളിൽ നിന്നും നീങ്ങണം എന്ന് ഇവർ ഒരു കാരണവശാലും വിചാരിക്കില്ല. അങ്ങനെ ഈ ഒരു സർക്കാർ പ്രതിസന്ധിയിലാവും. അങ്ങനെ ഒരു കുറച്ച് സ്ലീപ്പർ സെൽസിനെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിലേക്ക് ഇൻജക്ട് ചെയ്ത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു LDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്.